ഇഡിയുടെ ഇലക്ഷൻ ബി.ജെ.പിയുടെ പോളിംഗ് ബൂത്ത് ഏജന്റായി ഇഡി മാറിയെന്ന പ്രതിപക്ഷ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വേട്ടയാടൽ രാഷ്ട്രീയം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ച ഇഡിയുടെ നടപടി പ്രതികാര രാഷ്ട്രീയത്തിന്റെ സ്വേച്ഛാധിപത്യ ശൈലി എന്ന വിമർശനം ഗൗരവമുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആകെയുള്ള കേസുകളിൽ 95% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണെന്നത് യാദൃച്ഛികമായി കരുതാനാകില്ല. കഴിഞ്ഞ ജനുവരി 31 പ്രതിപക്ഷത്തെ മറ്റൊരു മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. ബി.ജെ.പിയിലെത്തിയാൽ ആരുടെയും അഴിമതിക്കറകൾ കഴുകി മാറ്റപ്പെടുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ അശ്ലീല കാഴ്ചകൾ ജനാധിപത്യത്തിലെ പുതിയ നടപ്പുരീതിയാകുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പോലും നേരത്തെ നിശ്ചയിപ്പിച്ചുറപ്പിച്ച ഗെയിം എന്ന പ്രതിപക്ഷ വിമർശനം ശരിയാണെന്ന് തെളിയുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ അമേരിക്ക നടത്തിയ പ്രതികരണത്തെ ശക്തമായി നേരിട്ടത് രാജ്യത്തെ ഉപരാഷ്ട്രപതി നേരിട്ടായിരുന്നുവെന്നത് ജനാധിപത്യ വിശ്വാസികളെ അമ്പരപ്പിച്ചു. ബി.ജെ.പിയുടെ പ്രതിപക്ഷ മുക്ത രാഷ്ട്രീയ നിർമ്മിതിയിൽ ഉന്നതമായ ഭരണഘടനാ പദവികൾ പോലും ദുരുപയോഗപ്പെടുന്ന അസാധാരണ സാഹചര്യം സമാനതകളില്ലാത്തതാണ്. വേട്ടയാടൽ രാഷ്ട്രീയം ചില കേസുകളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധ നടപടികൾ തെളിയിക്കുന്നുണ്ട്. 2018 മുതൽ 19 കാലയളവിൽ നികുതി റിട്ടേൺ നൽകുന്നതിൽ കാലതാമസം വരുത്തിയെന്നാരോപിച്ച് പിഴയും പലിശയും ചേർത്ത് 210 കോടി അടയ്ക്കാനായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവ്. തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർത്ത് ആത്മവിശ്വാസം ചോർത്തി രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന അരാഷ്ട്രീയ അജണ്ടയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും ഇടപെട്ടില്ല. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് കോൺഗ്രസ് അനുകൂല വിധി നേടിയത്. നിഷ്പക്ഷമായി നേതൃത്വം നൽകേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരുത്തരവാദിത്വപരമായ നിലപാടുകൾ നേരത്തെയും വാർത്തയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള കമ്മീഷൻ അംഗം അരുൺ ഗോയലിന്റെ രാജി വിവാദമായിരുന്നു. ഇതിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ടർ ബോണ്ടിനെതിരെ സുപ്രീം കോടതി എടുത്ത ശക്തമായ നിലപാടുകൾ ജനാധിപത്യ ഭാരതത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സംഭാവനകളിലെ കള്ളപ്പണ സാധ്യതകൾക്കെതിരായ കരുതൽ നീക്കമായാണ് 2017 ഇലക്ടർ ബോണ്ടിനെ ബി.ജെ.പി അവതരിപ്പിച്ചത്. നിലവിലെ 4 നിയമങ്ങളിൽ കമ്പനി നിയമം, RBI നിയമം, ജനപ്രാതിനിധ്യ നിയമം, നികുതി നിയമം ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബോണ്ട് നിർദ്ദേശം 2017 മുതൽ 18 ബഡ്ജറ്റിലെ പ്രധാന പദ്ധതിയായിരുന്നു. ഇലക്ടർ ബോണ്ട് ഉപയോഗിച്ച് കണക്കില്ലാതെ പണമുണ്ടാക്കാനുള്ള അവസരം പ്രധാന പാർട്ടിയായ ബി.ജെ.പിക്ക് മാത്രം നൽകുന്ന വിധത്തിലായിരുന്നു നിയമനിർമ്മാണം. ബോണ്ട് സ്വീകരിക്കുവാനുള്ള യോഗ്യതയായി നിശ്ചിത വോട്ട് ശതമാനം എന്ന കടമ്പ കടക്കുവാൻ അധികം പാർട്ടികൾക്കായില്ല. ആര് ഏത് പാർട്ടിക്ക് ബോണ്ട് കൈമാറി എന്നറിയാൻ നിയമത്തിൽ വ്യവസ്ഥയില്ലായിരുന്നതും കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഒന്നാന്തരം ഒളിയിടമൊരുക്കി. ലാഭവിഹിതത്തിന്റെ 7.5% കൊടുക്കാവൂ എന്ന നിബന്ധനയും ഇല്ലാതായതോടെ വിദേശത്ത് നിന്നുള്ള കള്ളപ്പണം പോലും വെളുപ്പിക്കുവാനുള്ള അനന്ത സാധ്യതകളാണ് ബോണ്ട് തുറന്നിട്ടത്. വഴിവിട്ട് സമ്പാദിച്ച പണം കൊണ്ട് അനുകൂലമായ തീരുമാനങ്ങൾ ക്രമരഹിതമായി സ്വന്തമാക്കുവാൻ ബഹുരാഷ്ട്ര കമ്പനികളെ സഹായിക്കുന്ന വലിയൊരു അഴിമതിയാണ് ഇലക്ടർ ബോണ്ടെന്ന് പണം നൽകിയവരുടെ പരിമിതമായ ലിസ്റ്റ് വിളിച്ചു പറഞ്ഞു. അഴിമതിയെ ഇല്ലാതാക്കുകയല്ല, അതിനെ നയാമികമാക്കുകയാണ് ചെയ്തതെന്ന് ബോണ്ട് വിവാദം വെളിച്ചപ്പെടുത്തി. ഇഡി അന്വേഷണം നേരിട്ട കമ്പനികൾ തന്നെയാണ് ബോണ്ടുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണ ഏജൻസികൾ അഴിമതിയുടെ ഏജന്റുമാരാകുന്ന അസാധാരണ സാഹചര്യം രാഷ്ട്രത്തെ തന്നെയാണ് റദ്ദു ചെയ്യുന്നത്. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ദൂരം ഏതാനും ദിവസങ്ങളുടെ മാത്രമായിരിക്കെ നിഷ്പക്ഷവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് സമ്മതിദായകരുടെ അടിസ്ഥാന അവകാശമാണ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ അപാകതകളെക്കുറിച്ചുള്ള ആക്ഷേപം രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചുവെങ്കിലും തൃപ്തികരമായ മറുപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനങ്ങളിൽ സ്വീകരിച്ച നടപടികളിലും കമ്മീഷനെതിരെ ഗൗരവമായ പരാതികളുണ്ട്. പ്രചാരണ വേദികളിൽ കച്ചത്തീവിനെ പോലും ആയുധമാക്കുന്ന ബി.ജെ.പിക്ക് ഒരു നോട്ടീസ് നൽകാൻ പോലും കമ്മീഷനായില്ല. 18ാം ലോക്സഭയ്ക്കായുള്ള ഒരുക്കത്തിൽ
ജനാധിപത്യ വിശ്വാസികളുടെ നിതാന്ത ജാഗ്രതയും ആവശ്യമുണ്ട്. 146 MP-മാരെയല്ല, പ്രതിപക്ഷ സ്വരത്തെ തന്നെയും സസ്പെൻഡ് ചെയ്ത് നിശബ്ദമാക്കിയ സഭാചരിത്രം ആവർത്തിക്കപ്പെടണം. കുറഞ്ഞ സമയം കൊണ്ട് ചർച്ചകൾ കൂടാതെ കൂടുതൽ ബില്ലുകൾ പാസാക്കിയ സഭയ്ക്ക് തുടർച്ചയുണ്ടാകണം. മതബോധനത്തിന് അനുബന്ധമായി വർഗീയ വിദ്വേഷത്തിന്റെ കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മറന്നുപോയത് മനഃപൂർവ്വമാണോ? പള്ളിയിലെ കാര്യം പള്ളിക്കാർ നോക്കുമെന്ന് ആക്രോശിക്കുന്നവർ ഉത്തരേന്ത്യയിൽ നൂറുകണക്കിന് പള്ളികൾ സംഘപരിവാർ തകർത്തത് പള്ളി പരിപാടിയായി തന്നെ കണക്കാക്കുമോ? പ്രണയക്കെണിയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഇസ്ലാം വിരുദ്ധതയെ വിഷയമാക്കണമോ? എല്ലാവരും ഈടിപ്പേടിയിലാകുമ്പോൾ ഇടപെടൽ രാഷ്ട്രീയം ഇല്ലാതാകും. ചൂണ്ടുവിരലിലെ മഷിയടയാളം നാളത്തെ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ കൊടിയടയാളമാകണം. നന്ദി.